എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു 2 കപ്പ് പാലും കുറച്ച് ഫ്രൂട്ട്സും ചൗവരിയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ക്രീമോ കണ്ടൻസ്ഡ് മിൽക്കോ കസ്റ്റാർഡ് പൗഡറോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. കൂടാതെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 കപ്പ് അളവിൽ പാലാണ്. 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ പാലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മളിതിലേക്ക് പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് പാൽ തന്നെ എടുക്കണേ. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല പാലിലേക്ക്. ഫുൾ ഫാറ്റ് പാൽ തന്നെ ഇതുപോലെ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പാൽപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ റവയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ചൗവരിയാണ്. നമ്മൾ സാധാരണ പായസത്തിനകത്തൊക്കെ ഇടുന്ന ഒരു ചവരി തന്നെ. ഞാനിപ്പോൾ ഇതിലേക്ക് അത് തന്നെ നമുക്ക് ഈ ഒരു സാഗോ പേൾസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഈ ഒരു ചെറിയൊരു ഗ്രീൻ കളറിൽ അതാണ് കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതാണെങ്കിൽ ചില സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ ഓൺലൈനിൽ കിട്ടുന്നതാണ്. ഇതിൽ രണ്ടിലേതിൽ ഒന്ന് നമ്മൾ എടുത്താൽ മതി. ഇതെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കാണാനൊക്കെ ആണെങ്കിലും ഒരു ഭംഗിയായിരിക്കും. ഇനി നമുക്കിതിലേക്ക് നമ്മളൊരു പാൽപ്പൊടിയും പഞ്ചസാരയും റവയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഒരു പാലാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു 9-10 മിനിറ്റോളം നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കിത് നല്ല പോലെ തന്നെ ഒരു 10 മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഇതിവിടെ ഒരു 10 മിനിറ്റോളം തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ ഇതൊന്ന് തിളച്ച് കയറി വരുന്നുണ്ട്. ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നല്ല പോലെ തന്നെ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരണം. ഇനി ഇതുപോലെ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 4 കപ്പ് അളവിൽ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 1/4 കപ്പ് അളവിൽ ചൗവരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചൗവരി ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തേക്കാം കേട്ടോ. എന്നിട്ട് ഒരു 8 മുതൽ ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ വെന്ത് അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിൻ്റെ ഒരു വേവ് കറക്റ്റ് ആയിരിക്കണം. ഒരുപാടങ്ങ് വെന്ത് ഇതങ്ങ് അലിഞ്ഞങ്ങ് പോവരുത്. നമ്മൾ ഇതിന് പകരമായിട്ട് സാധാരണ ഒരു വൈറ്റ് കളറിലുള്ള ചൗവരിയാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരു ചൗവരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളർ കിട്ടണമെങ്കിൽ ഒരു 2-3 ഡ്രോപ്പ് ഗ്രീൻ ഫുഡ് കളർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അത് നമ്മൾ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മൾ നല്ല പോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണേ. നല്ല പോലെ തന്നെ വെന്ത് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ തന്നെ ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതുപോലെ ചൗവരിയൊക്കെ വേവിച്ച് കഴിയുമ്പോഴത്തേക്കും അതിനൊരു പശ പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ വേവിച്ചതിന് ശേഷം ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല തണുത്ത വെള്ളം ഒരു 2 ഗ്ലാസ് എടുക്കുക. ആദ്യം ഒരു ഗ്ലാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. വീണ്ടും ഒരു ഗ്ലാസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പശ അത്യാവശ്യം ഒന്ന് കുറഞ്ഞ് കിട്ടും. സാധാ നോർമൽ വാട്ടർ ആണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ കഴുകിയിട്ടെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ കസ്കസ് ആണ്, സബ്ജ സീഡ്സ്. അത് ഈ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ ഇത് നല്ല പോലെ തന്നെ നമുക്കൊന്ന് പൊങ്ങി കിട്ടും. ഈ ഒരു പാലിൻ്റെ ചൂടൊക്കെ അറിയതിന് ശേഷം ഞാനിത് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിരുന്നു. നല്ല പോലെ തന്നെ നമുക്കൊന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു തണുത്ത ഈ ഒരു പാലിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഒരു ചൗവരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു കസ്കസ് ഇവിടെ നല്ല പോലെ തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ വാനില എസൻസ് ആണ്. അതൊരു 1/4 ടീസ്പൂണോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു വാനില എസൻസ് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് ഒഴിവാക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് 3 കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. ചെറിയ ചെറിയ കട്ടകളായിട്ട് ഇത് കിടക്കുന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നമ്മളൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാനാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് നല്ല മധുരമുള്ള ഈ ഒരു മാമ്പഴം ഒരു 3 ടേബിൾ സ്പൂണോളം കട്ട് ചെയ്തെടുത്താണ് അതിട്ട് കൊടുക്കാം. പച്ചമുന്തിരി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല മധുരമുള്ളത് തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പുളിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. അത് ഒരു 2 ടേബിൾ സ്പൂണോളം ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്.
ഇതൊരു കറുത്ത മുന്തിരി കട്ട് ചെയ്തതാണ്, അതും ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ ഇതുപോലെ ഒരു 3 ടേബിൾ സ്പൂണോളം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നേന്ത്രപ്പഴം കട്ട് ചെയ്തതാണ്, അതൊരു 2 ടേബിൾ സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം. ഏത് നല്ല മധുരമുള്ള പ്ലം ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്താണ്, അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പിസ്ത ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം കാഷ്യൂനട്ട് കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂണോളം ബദാം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടി ചേർത്ത് ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. നല്ലപോലെ തന്നെ നമ്മളിത് തണുപ്പിച്ചിട്ട് കഴിക്കണം, എങ്കിലേ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. വീണ്ടും മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നല്ലപോലെ തന്നെ ഇത് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും നേരം ഒരു ചൗരി അതിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ചെറിയതായിട്ട് ഇതൊന്ന് കുറുകുന്നതായിരിക്കും. നമ്മളിതൊരു കസ്റ്റാർഡ് പൗഡറൊക്കെ വെച്ചിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കത്തില്ലേ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. ഈ ഒരു നോമ്പ് തുറക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.